കമല, എന്നെ മനസ്സിലായോ കമലയ്ക്ക്? ഇത് ഭ്രാന്തിയുടെ മുറിയാ. ജീവനിൽ പേടിയുള്ളവർ ഇവിടെ വന്നോടാ. അതിന്റെ അർത്ഥം കമല എന്നെ തിരിച്ചറിഞ്ഞു. മനസ്സിലാകും. ജസ്റ്റിസ് മാധവൻ നായർക്ക് പുറത്ത് നല്ല പേരാണ്. പക്ഷേ ഇവിടെ കമലയുടെ മുൻപിൽ ഞാൻ ആരാച്ചാരാണല്ലോ. മുമ്പിൽ വരാതിരിക്കാനുള്ള കനിവെങ്കിലും കാണിക്കാമായിരുന്നില്ലേ? ഈ യാത്ര തന്നെ അതിന്. അലഞ്ഞിടങ്ങളിലൊക്കെ ഒരു കുറ്റബോധമുണ്ടായിരുന്നു കൂട്ടിന്. ഉറങ്ങുമ്പോ ദുസ്വപ്നങ്ങളും. ഓരോ വിധിന്യായം വായിക്കുമ്പോഴും കമലയുടെ ചേച്ചി മുമ്പിൽ വന്നു നിൽക്കും. ഉറക്കെ ചോദിക്കും, എനിക്കുള്ള നീതി എന്താണെന്ന്. മരണമാണെന്ന് പറഞ്ഞ പോരെ, അതിലേ കൊടുത്തത്. അന്ന് തറവാടിത്തത്തിന്റെ പേരിലുള്ള വിധി, ഇപ്പൊ നിയമത്തിന്റെ പേരിൽ. കൊല്ലാനെ അറിയും നിങ്ങൾക്ക്. ഈ വാക്കു പറയാൻ അർഹതയുണ്ടോന്നറിയില്ല. പക്ഷേ പറയുന്നത് എന്റെ മനസ്സിന്റെ ഓരോ അണുവിൽ നിന്നുമാണ്. ചേച്ചിയുടെ ആത്മാവിന്റെ സ്ഥാനത്ത് നിന്ന് കമല എനിക്ക് മാപ്പ് തരണം. ഇനി വരരുത് ഇങ്ങോട്ട്. ഇറങ്ങിപ്പോ. അച്ഛനല്ലേ? അല്ല, അമ്മയെ കൊന്നവനാ. കൊന്നവനാ. ഞങ്ങൾ നേരെ തിരുമംഗലത്തേക്കാ വന്നത്. ആ, ചെമ്പേരിയിലേക്ക്. ആ, ഞാൻ പിന്നെ വിളിക്കാം. ദേ, തമ്പുരാൻ വന്നു. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പാ. കുട്ടികൾ ആദ്യമായിട്ട് വരികയല്ലേ? സച്ചു, കോൾ ഹിം തമ്പുരാൻ. ഐ ആം സോറി. ഗുഡ് മോർണിംഗ് തമ്പുരാൻ. ഗുഡ് മോർണിംഗ്. ആ, എവിടെ മാധവൻ നായര്? പപ്പ പുസ്തകങ്ങൾ നോക്കാൻ പോയതാ. ഓ, അയാളുടെ കവിതക്കമ്പം തീർന്നില്ലേ ഇതുവരെ? രാവിലെ മുതലേ നിങ്ങളെ കാത്തു. കാണാതായപ്പോഴാ ഒന്ന് പുറത്തേക്ക്. ഞങ്ങൾ വീട്ടിൽ കയറി, സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. എന്നാ വാ. എത്ര കാലമായുള്ളൂ കണ്ടിട്ട്. താനങ്ങ് ആകെ മെലിഞ്ഞു പോയല്ലോ.
പുറത്ത് ആൾക്കാർ വന്നിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാതെ കാഴ്ചകൾ കണ്ട് കിടക്കുക നീ. അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലേ? പോ, 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 പോ. ആ, താൻ അവളോട് എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല. ആരാ ആ കുട്ടി? അതിവിടുത്തെ ജോലിക്കാരിയാ. അടുക്കളയിൽ ഒരു സഹായത്തിന് നിൽക്കുന്നു. കണ്ട ഇവിടുത്തെ കുട്ടിയെന്നേ തോന്നുന്നു. ആ, ഉമ്മറത്തൊരു ചവിട്ടി വാങ്ങിയിടുമ്പോഴും അതെന്റെ ഒരു നിർബന്ധ. ചെമ്പേരിയിലെ ചവിട്ടി എന്ന ആളുകൾ അത്ഭുതത്തോടെ പറയണം. എന്താടോ കുഞ്ഞനന്തൻ തമ്പുരാന്റെ കവിതകൾ വല്ലതും തന്നെ കരയിച്ചോ? മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് നത്തിങ്. സച്ചു, അതെടുത്ത് തമ്പുരാന് കൊടുക്ക്. ആ ശരി. എന്താടോ അത്? ഗ്വാളിയറിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, തമ്പുരാന് വേണ്ടി വാങ്ങിച്ചതാ. കൊടുക്ക്. ഓ, എന്തിനാണോ ഇതൊക്കെ? കുട്ടികൾ ആദ്യമായിട്ട് തരുന്നതല്ലേ. കൊള്ളാം, മോന്റെ കൈ തന്നെ വെക്ക്. സുഖമാണോ സ്വസ്ഥതയുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നളിനിയുടെ മുഖത്ത് നോക്കിയാ മതി, ഒന്നുടന്ന് ചെറുപ്പോ. അത് മമ്മി ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ. അതെ, ഇവരുടെ പഠിപ്പൊക്കെ എങ്ങനെയാ? സച്ചു +1, ഓ, മംഗള +2. വരിക. എടോ ജസ്റ്റിസേ, ഇവളെ മനസ്സിലായോ തനിക്ക്? ഡൽഹിയിലാ? ഓ, സോമശേഖരന്റെ മകൻ. ആ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണ് മോളെ. ഞാനിവിടെ റിസർച്ച് ചെയ്യാ ട്രൈബ്സിനെ കുറിച്ച്. ആ, അതിലെ നിയമവശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റിസിനോട് ചോദിക്കാല്ലേ? ചോദിക്കാനുണ്ട്. ആ, എന്റെ ചോദ്യങ്ങൾ ജസ്റ്റിസിന് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഏയ്, വിത്ത് പ്ലഷർ. എന്താണെന്ന് വെച്ചാ കുട്ടി ചോദിച്ചോളൂ. എന്റെ ചോദ്യങ്ങൾക്ക് മിക്കവാറും ജസ്റ്റിസിന് ഉത്തരം മുട്ടും. അത് കൊള്ളാലോ. ജസ്റ്റിസ് മാധവൻ നായരെ ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം എന്നാവുന്നു കേൾക്കണം. മാധവേട്ടന് ഉത്തരം മുട്ടുകയാണെങ്കിൽ കുട്ടിയെ ഞാൻ സമ്മതിച്ചു. പപ്പ, ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. ഓഫ് കോഴ്സ്. ഇന്ത്യൻ പീനൽ കോഡിനെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. എന്റെ ചോദ്യം ജസ്റ്റിസ് മാധവൻ നായരുടെ വ്യക്തിപരമായ കാര്യമാണ്. പൊതുരംഗത്ത് സംശുദ്ധൻ, കുടുംബജീവിതത്തിൽ മാന്യൻ, വ്യക്തിജീവിതത്തിലോ മാധവൻ നായർ എന്ന വ്യക്തി നീതിമാനാണോ? എന്തായി കുട്ടി ചോദിക്കുന്നത്? തമ്പുരാനല്ല, ജസ്റ്റിസ് പറയട്ടെ മറുപടി. ഇങ്ങനെയൊരു ചോദ്യത്തിന്റെ ആവശ്യം മനസ്സിലാവുന്നില്ല. എന്നാലും നിസ്സംശയം പറയാം, എന്റെ വ്യക്തിജീവിതത്തിൽ കളങ്കമില്ല. കള്ളം. ജസ്റ്റിസ് എന്ന മഹനീയ പദവിയിലേക്ക് ഉയരുന്നതിന് മുമ്പ് വെറും അഡ്വക്കേറ്റ് മാധവൻ നായരായിരുന്ന കാലത്ത് തെറ്റ് പറ്റിയിട്ടില്ലേ അങ്ങേക്ക്? ഇത്രയും കാലം ആ തെറ്റ് നാടിനോടും വീടിനോടും മറച്ചു വെച്ചിട്ടില്ലേ? എന്ത് തോന്നിവാസമായി കാണിക്കുന്നത്? കേറി പോവാത്ത. തമ്പുരാൻ എന്നെ ഭീഷണിപ്പെടുത്തണ്ട. എന്നെ വെല്ലുവിളിച്ചതുപോലെ മറുപടി പറയാനും കഴിയണം. എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ. എന്താ കുട്ടി? ചെമ്പേരി തറവാടുമായുള്ള ജസ്റ്റിസ് മാധവൻ നായരുടെ ബന്ധം വെറും ഒരു കുടുംബ സൗഹൃദമല്ല. അഡ്വക്കേറ്റ് മാധവൻ നായരുടെ ആദ്യത്തെ പ്രണയം ഇവിടെയായിരുന്നു. അഡ്വക്കേറ്റ് മാധവൻ നായർക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നതും ഇവിടെയാ.
ഇത്രയും കാലം എല്ലാവരും തല്ലി ഒതുക്കി സത്യം മൂടി വെച്ചു. പക്ഷേ ദേഹത്ത് തേച്ചു പിടിപ്പിച്ച ഈ മാന്യതയോട് എനിക്ക് ബഹുമാനമില്ല. ഇവൾ ആരാണെന്നറിയോ? ചെമ്പേരി തറവാട്ടിലെ പാർവതിയുടെ മകൾ. തമ്പുരാൻ, ആ കുട്ടിയെ തടയണ്ട, പറയാനുള്ളത് പറയട്ടെ. ഇത്രയും കാലം ഇവളുടെ അമ്മ എല്ലാരും വിളിച്ചിരുന്നത് പിഴച്ചവളെന്നാ. ചെമ്പേരി തറവാടിന്റെ അവകാശിയായ ഇവൾ ഇവിടുത്തെ അടുക്കളയിലെ വേലക്കാരിയായി പോയത് മാധവൻ നായരെന്ന് ഇവളുടെ അച്ഛന്റെ ചതി കൊണ്ടാ. ഇവളുടെ മുഖത്ത് നോക്കി പറയാമോ ജസ്റ്റിസ് മാധവൻ നായർ നീതിമാനാണെന്ന്? ആണെങ്കിൽ ഇവളെ ചേർത്ത് പിടിച്ച് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയൂ ഉത്തരം നിങ്ങളുടെ മകളാണെന്ന്. സച്ചു, കമോൺ. നീതിമണ്ഡപത്തിൽ സമൂഹത്തിന്റെ തെറ്റിതിരുത്തുന്ന ഒരാൾക്ക് സ്വന്തം തെറ്റും തിരുത്താൻ കഴിയണം. മിണ്ടിപ്പോകരുത്. കുഞ്ഞെ, മാഡത്തിനോട് ഞാൻ നിൽക്കേണ്ട കാര്യമുണ്ടോന്ന്. നിങ്ങൾ പൊയ്ക്കോളൂ, ഓ. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. മംഗള, ഈസ് ഇറ്റ് ട്രൂ? അത് പപ്പയുടെ മകൾ തന്നെയാണോ? ഐ ഡോണ്ട് നോ. പപ്പ ഒന്നും നിഷേധിച്ചില്ലല്ലോ. പപ്പ എന്താ അല്ലെന്ന് പറയാത്തത്? നീ എന്നോട് ചോദിച്ചിട്ടെന്താ? ആദ്യമായിട്ടാ പപ്പയുടെ മുഖത്ത് നോക്കിയ ഒരാള് നമ്മുടെ പപ്പയെ ഒരാളും ഇതുവരെ ചീത്ത പറഞ്ഞിട്ടില്ല.
ആരുടെ മുമ്പിലും പപ്പ തലകുനിച്ച് നിന്നിട്ടില്ല. പപ്പ തെറ്റിയുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. നമ്മളോട് പപ്പയ്ക്ക് കള്ളം പറയാൻ പറ്റോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചു. ആ പെണ്ണ് പറഞ്ഞത് സത്യമാണെങ്കിൽ പപ്പ ഇത്രയും കാലം നമ്മളോട് പറഞ്ഞൊക്കെ കള്ളമാണ്. നമ്മൾ സ്നേഹിച്ചൊക്കെ കള്ളമാണ്. നീ വാ, നമുക്ക് മമ്മിയോട് ചോദിക്കാം. മമ്മി, മമ്മി, മമ്മിക്കറിയായിരുന്നോ ഇതൊക്കെ? മമ്മി കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ മറച്ചു വെച്ചത്. പറ മമ്മി, എന്താ ഞങ്ങൾ വിശ്വസിക്കേണ്ടേ? മമ്മിയും കൂടി ഞങ്ങൾ പച്ചക്കായിരുന്നോ?